എല്ലാവർക്കും നമസ്കാരം. മാർച്ച് മാസം എന്ന് പറയുന്നത് പരീക്ഷകളുടെ മാസമാണ്. SSLC, +1, +2 തുടങ്ങി പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ തന്നെ ഇനി മോഡൽ എക്സാം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തിരക്കിലായിരുന്നു. പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു, അതിനു മുമ്പ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, റെക്കോർഡുകളുടെ സബ്മിഷൻ കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് പഠിച്ചു തുടങ്ങണം, എനിക്ക് നല്ല മാർക്ക് വേണം, ഈ എക്സാമിൽ നല്ല മാർക്കോട് കൂടി പാസ്സാവണം എന്നുള്ള ചിന്തയുമായിട്ട് പഠിക്കാനിരിക്കുമ്പോഴാണ് പുതിയ പുതിയ എൻഗേജ്മെന്റ്സ് നമ്മൾ തേടി വരുന്നത്. ഇനി അടുത്തത് മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഈ തിരക്കിനിടയിൽ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ട് ഉയർന്ന മാർക്ക് വാങ്ങാം എന്നുള്ളത് പരിചയപ്പെടുത്തുകയാണ്. ചെറിയ കുറച്ച് ടിപ്സും കുറച്ച് മെത്തഡോളജി അഡോപ്ഷനും കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സ്മാർട്ടായി പഠിക്കൂ, ഗ്രേറ്റ് ആയിട്ട് എഴുതൂ. പരീക്ഷാ പേടിയോട് തൽക്കാലം ഞങ്ങൾ പറയുന്നു ഗുഡ് ബൈ. നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ നിസ്സാരമായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പല സംഗതികളും നമ്മുടെ പരീക്ഷയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ്. നമ്മൾ കേവലം കുറേ പോർഷൻസുകൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ മറിച്ചും പ്രാക്ടീസ് ചെയ്തും ഒക്കെ പരീക്ഷയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് കുറച്ച് ടെക്നിക്കുകളിലൂടെ നമുക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അതിലേക്കൊന്ന് പോയി നോക്കാം. ഒന്ന് കണ്ടന്റ് ആണ്. നമ്മൾ പഠിക്കുന്ന കണ്ടന്റ്, ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനിരിക്കുന്നു, 10-12 ചാപ്റ്റർ അതിലുണ്ടാവും. ഈ 10-12 ചാപ്റ്റർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ഭാഗം കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സപ്പോസ് ഫിസിക്സിൽ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുകയാണ് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ പറ്റി. ഈ ചലന നിയമങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അതിൽ 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം, ഈ 3 ചലന നിയമങ്ങളുടെയും ഡെറിവേഷൻസ്, ഇക്വേഷൻസ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഒരിക്കലും തന്നെ നമ്മളോട് പരീക്ഷയിൽ ന്യൂട്ടന്റെ 1-ാം ചലന നിയമം പ്രസ്താവിക്കുക, ഡിഫൈൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്നൊന്നും പറഞ്ഞിട്ട് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കാറില്ല. ഉദാഹരണങ്ങൾ തന്നുകൊണ്ട് ഏത് ചലന നിയമവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും പരീക്ഷകളിൽ നമ്മോട് ചോദിക്കുക. അവിടെയാണ് ഈ കണ്ടന്റുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി. ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം, ഈ ഒരു സബ്ജക്റ്റിൽ എത്ര ശതമാനം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇനി എത്ര ശതമാനം എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം സ്വയം ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ചാപ്റ്ററിൽ 10 ചാപ്റ്റർ, ഒരു സബ്ജക്റ്റിൽ എനിക്ക് 10 ചാപ്റ്റർ പഠിക്കാനുണ്ട് എങ്കിൽ ഈ 10 ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ 10 പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. ഈ 10 പേപ്പറിൽ ആദ്യത്തെ പേപ്പറിൽ 1-ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹെഡിങ്ങുകളും നമ്മൾ കുത്തിക്കുറിക്കുക. എല്ലാ ഹെഡിങ്ങുകളും കുത്തിക്കുറിച്ചുകൊണ്ട് അതിലൊന്നും വിട്ടുപോവാതെ എല്ലാ ഹെഡിങ്ങുകളും കുത്തിക്കുറിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നും എത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്യുക. 10 ചാപ്റ്ററിനും ഇത് ചെയ്യാം. കേവലം 1-2 മണിക്കൂർ കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയൊരു എഫേർട്ട് ആദ്യം എടുക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ മുമ്പിൽ 10 സെറ്റ് ഓഫ് പേപ്പർ ഉണ്ടാകുന്നു. ഈ 10 സെറ്റ് ഓഫ് പേപ്പറിൽ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹെഡിങ്ങുകളും നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ഈ എല്ലാ ഹെഡിങ്ങുകളിൽ നിന്നും മൊത്തം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്ര ഭാഗം ഞാൻ പഠിച്ചു, 50% ഞാൻ പഠിച്ചു, ഇനി 50% എനിക്ക് ബാക്കിയുണ്ട്. ആ 50% ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന 50% എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഫിഡന്റ് ആണ്. ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ ആൻസർ ചെയ്യും. ഇനി എനിക്ക് വരാൻ പോകുന്ന 15-20 ദിവസത്തിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് പഠിക്കാത്ത 50%. ഈ പഠിക്കാത്ത 50% ഞാൻ എങ്ങനെ ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SCERT പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലൊക്കെയും തന്നെ പറയുന്ന ഡിലീറ്റഡ് പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും കുട്ടികൾക്ക് അബദ്ധം പറ്റുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുസ്തകങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലെ ക്ലാസ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന മെസ്സേജ്, അതായത് ഇതുവരെ പഠിച്ചിരുന്ന ഭാഗം പരീക്ഷയ്ക്കില്ല, അത് ഡിലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇത് ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെയാണ് ഡിലീറ്റഡ് പോർഷൻസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡിലീറ്റഡ് പോർഷൻസ് നമ്മൾ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് പഠിക്കേണ്ടതാണ്. അടുത്തത് വെയിറ്റേജിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് വെയിറ്റേജ്? നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റർ ഉണ്ടോ ആ ഓരോ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള
എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് SCERT പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മാത്രമേ ആ ചാപ്റ്ററിൽ നിന്നും നമ്മോട് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഉദാഹരണത്തിന് ഒരു ചാപ്റ്ററിൽ നിന്നും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ചില ചാപ്റ്ററുകളിൽ അത് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 50% നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 50% മാത്രമേ ബാക്കിയുള്ളൂ. ഈ 50%ത്തിൽ നമ്മൾ വെയിറ്റേജുമായിട്ട് ഇതിനെ കോർത്തിണക്കിക്കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതായത് ഇനി എനിക്ക് പഠിക്കാനുള്ള 50%ത്തിൽ ഏതൊക്കെ ചാപ്റ്റർ, വെയിറ്റേജ് കൂടുതലുള്ള ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നുള്ള പോർഷൻസ് എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നമ്മൾ മിസ്സാവാതെ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വളരെ കുറഞ്ഞ മാർക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന്റെ ചോദ്യമേ ചോദിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ഡെറിവേഷൻസിനും വലിയ ഇക്വേഷൻസിനും അതിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ നിന്ന് ചോദിക്കുക കേവലം 1 or 2 സെന്റൻസ് അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന് നമ്മോട് ചോദിക്കുക. അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമ്മുടെ വലിയൊരു സമയം അതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. ഇനി ഈ 50%ത്തിൽ ഇനി ഇത്രത്തോളം എനിക്ക് ബാക്കിയുണ്ട്, ഈ സമയം കൊണ്ട് അത് മതിയാവോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സംശയം. ഇവിടെ നമ്മളൊരു അൽഗോരിതമാണ് യഥാർത്ഥത്തിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സബ്ജക്ട് നമ്മൾ പൂർണ്ണമായിട്ടും പഠിക്കുമ്പോൾ തന്നെയും നമ്മുടെ എക്സാമിനേഷൻ നമ്മോട് ചോദിക്കുന്നത് അതിൽ കേവലം 10%ത്തിൽ താഴെ മാത്രമാണ്. 10%ത്തിൽ താഴെ മാത്രം ചോദ്യമാണ് ഒരു മൊത്തം സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്നും നമ്മോട് ചോദിക്കുന്നത്. ഈ 10% ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ വിജയം, സക്സസ് എന്ന് പറയുന്നത് ഈ ചോദ്യം ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എത്രത്തോളം കഴിവ് നേടിയിട്ടുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എങ്ങനെ ആ ചോദ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു 10% ചോദ്യം മാത്രമേ, മൊത്തം 10%ത്തിൽ താഴെ ചോദ്യം മാത്രമേ നമ്മോട് ചോദിക്കുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെയും തന്നെ ഇന്ന് നമ്മുടെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ PDF ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ പഠിക്കുക എന്നുള്ളതാണ്. 1 മാർക്കിന്റെ ചോദ്യങ്ങൾ, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. ചില ചോദ്യങ്ങളുടെ പാറ്റേൺ, സെയിം പാറ്റേണുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ചു വരുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞ ഒരുപാട് ഭാഗങ്ങൾ എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരുപാട് ഭാഗങ്ങൾ ബാക്കിയുള്ളതിൽ നിന്നും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് നിർബന്ധമായിട്ട് നമ്മുടെ എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ പഠിച്ചിരിക്കുന്നതിന്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന്റെ ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 മാർക്കിന്റെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രോബ്ലം ആണ് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ഡെറിവേഷൻ ആണ് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യത, അത് കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പാറ്റേൺ അനലൈസ് ചെയ്യുന്നതിലൂടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ്, നേരത്തെ പറഞ്ഞ പകുതിയോളം നമ്മൾ പഠിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ ആ പകുതിയോളത്തിൽ നിന്നും അതിൽ നിന്നും ഒരു 20-30% ഈ അനലൈസേഷനിലോട് കൂടിയിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ബാക്കിയുള്ള 20% ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഗ്യാരണ്ടിയോടുകൂടി പറയുന്നു, ഇനി നമുക്ക് ബാക്കിയുള്ള 16 ദിവസങ്ങളിൽ കൃത്യമായി ഒരു ദിവസം 8-10 മണിക്കൂർ, 8 മുതൽ 10 മണിക്കൂർ വരെ നമ്മൾ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കോർ ഫുൾ A+ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇത് എത്തിക്കുക എന്നുള്ളത് നമ്മൾ വീണ്ടും ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മോഡൽ എക്സാം ഉണ്ട്. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് മോഡൽ എക്സാം അല്ല നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പബ്ലിക് എക്സാം. മോഡൽ എക്സാം നമുക്ക് പബ്ലിക് എക്സാമിനെ പരിചയപ്പെടുന്നതിന് വേണ്ടി, പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് മോഡൽ എക്സാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് എക്സാം ആണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പബ്ലിക് എക്സാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ എവിടെ പഠിക്കാനിരിക്കുന്നു, പഠിക്കുമ്പോൾ എത്രത്തോളം ശല്യങ്ങൾ നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പഠിക്കുമ്പോൾ എപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു. 1 മണിക്കൂർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ
നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആംബിയൻസിൽ 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് 3-4 മണിക്കൂർ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ സ്ഥലം തിരഞ്ഞെടുക്കുക. രണ്ടാമത്തതാണ് നമ്മൾ ഗാഡ്ജറ്റ്സുമായിട്ട് തൽക്കാലം വിട പറയുക എന്നുള്ളത്. നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വരുന്ന ഓരോ മെസ്സേജസും. ഈ ഒരു 15 ദിവസമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. ഈ 15 ദിവസം തൽക്കാലത്തേക്ക് നമ്മൾ ഇന്റർനെറ്റിനോട് തൽക്കാലം ഒന്ന് കുറച്ച് സമയം അതിന് നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മൈൻഡ് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഒരുപാട് പാസ്റ്റിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. പഠിക്കാൻ സമയം കിട്ടാത്ത പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. സമയം കിട്ടിയിട്ടും പഠിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പാസ്റ്റ് ഇസ് പാസ്റ്റ്. പാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വിഷമിച്ചതുകൊണ്ട് കാര്യമില്ല. ഇനി വരാൻ പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഫോക്കസ് ഈ പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇനി 15 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ പറഞ്ഞ ഡെറിവേഷൻസ് പഠിക്കണം, ഇക്വേഷൻസ് പഠിക്കണം. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട് പഠിക്കും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെ തേടിയിട്ട് നമ്മളെ സഹായിക്കാൻ ആൾ വരും എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കാം, നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. ടീച്ചേഴ്സ് നമുക്ക് എത്രത്തോളം കോർപ്പറേറ്റീവ് ആയിക്കൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏതെങ്കിലും പോർഷൻസ് സംശയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടീച്ചറോട് ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനാദ്യം ഞാൻ പറഞ്ഞു, കണ്ടന്റ് കൃത്യമായിരിക്കണം. കണ്ടന്റിൽ നിന്നും വെയിറ്റേജ് നോക്കിക്കൊണ്ട് ഇനി ഏതൊക്കെ ഭാഗങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് ടീച്ചറോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ഇതറിയുന്ന ആളുകളോടോ, ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് എവിടുന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ ലെക്ചേഴ്സ് നമ്മുടെ മുമ്പിൽ കിട്ടും. ഓൺലൈൻ ലെക്ചേഴ്സിലേക്ക് പോകുമ്പോൾ വീണ്ടും മൊബൈൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ അവിടെ ഇത് പഠിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ ഇനി കളയാൻ സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. ഈ കുറച്ച് സമയം എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സംഗതികളും നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സ്മാർട്ട് മെത്തഡോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് വലിയൊരു സ്കോറോട് കൂടിയിട്ട് ഈ എക്സാമിൽ നമുക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും സമയം കളയാനില്ല. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമ്മുടെ പേപ്പർ സ്ട്രാറ്റജി ഉപയോഗിക്കുക. 10-12 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ 10-12 ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പേപ്പർ മതി. ആ പേപ്പറിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക ഏതൊക്കെ ഭാഗങ്ങളാണ് ഇനി പഠിക്കാൻ ബാക്കിയുള്ളത് എന്ന് നോക്കുക. ആ ഭാഗങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായും നമ്മളെ തേടിയിട്ട് വിജയം വരും. വീണ്ടും നമുക്ക് മറ്റൊരു ടിപ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം എല്ലാവരോടും ഗുഡ് ബൈ.